ബോബി ചെമ്മണ്ണൂർ എന്ന സാമൂഹ്യ വിപത്ത് അറസ്റ്റിലായി. കഴിഞ്ഞ കുറച്ചു നാളായിട്ട് സോഷ്യൽ മീഡിയ ഭരിച്ചിരുന്ന മുതലാണ് അറസ്റ്റിലായത് എന്നാണ് ഇപ്പോൾ വരുന്ന കമൻറ്റുകൾ. ശരിയാണ്, ഭരിച്ചിരുന്നു. എങ്ങനെയാണ്? നമ്മുടെ നാട്ടിനകത്തെ സ്ത്രീകളെയും അതുപോലെ തന്നെ നടികളെയും കുട്ടികളെ ഉൾപ്പെടെ ദ്വയാർത്ഥ പദങ്ങൾ പറഞ്ഞുകൊണ്ട് ചില ഞരമ്പ് രോഗികളെ ചിരിപ്പിക്കാൻ കഴിഞ്ഞു എന്നത് മാത്രമാണ് അദ്ദേഹം കഴിഞ്ഞ കാലത്ത് ചെയ്തിട്ടുള്ള പ്രവർത്തികൾ. കൃത്യമായ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ അയാൾ നടത്തിയത് എന്നുള്ളത് അയാളുടെ ഇൻസ്റ്റഗ്രാം അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജുകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. പക്ഷേ പണം കൊണ്ട് ഈ നാട്ടിനകത്തെ നിയമത്തെ വാങ്ങിക്കാൻ കഴിയില്ല എന്ന് ഈ കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ ബോബി ചെമ്മണ്ണൂരിന് ഏതായാലും മനസ്സിലായി കാണും. കേരളത്തിനകത്തെ സർക്കാർ ഏറ്റവും മികച്ച രീതിയിൽ ഇതിനെതിരെ പ്രതികരിച്ചു എന്നുള്ളത് തന്നെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. കാരണം പരാതി കൊടുത്തിട്ടുള്ള നടി കൃത്യമായിട്ട് കേരള സർക്കാരിനും അതുപോലെ തന്നെ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കുൾപ്പെടെ നന്ദി അറിയിച്ചുകൊണ്ട് ഒരു കുറിപ്പ് തന്നെ എഴുതുകയുണ്ടായി. സോഷ്യൽ മീഡിയയിൽ എന്തും പറയാമെന്നുള്ളതിൻ്റെ ഒരു അവസാനമായിട്ടാണ് ഇപ്പോൾ നമുക്ക് ഈ ഒരു വിഷയമായിട്ട് കാണുന്നത്. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, ഈ കമൻ്റ് ഇടുന്ന ഞരമ്പ് രോഗികൾ എന്ന് പറയുന്ന ആൾക്കാർ ചില രീതിയിലെങ്കിലും കുറഞ്ഞു വന്നിട്ടുള്ളത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നമുക്കറിയാം, ഇന്നലെയാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള PP ദിവ്യ ചില സ്ക്രീൻഷോട്ടുകൾ പങ്കുവച്ചത്. അത് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മകളുടെ പിറന്നാളിനിട്ട ഫോട്ടോയ്ക്കുൾപ്പെടെ ആ കുട്ടിയെ വളരെ മോശമായിട്ട്, കണ്ടാൽ അറപ്പ് തോന്നുന്ന രീതിയിലേക്കുള്ള കമൻറ്റുകൾ ഇട്ടിരിക്കുന്ന എതിർ രാഷ്ട്രീയത്തിൽപ്പെട്ടുള്ള ചെറുപ്പക്കാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ എങ്ങനെയാണ് സമൂഹത്തിനകത്തെ സ്ത്രീകൾ അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ള ആൾക്കാരെ സോഷ്യൽ മീഡിയയിൽ ഫ്രീ ആയിട്ട് തുറക്കാൻ വേണ്ടി പറ്റുന്ന ഈ സോഷ്യൽ മീഡിയക്കകത്ത് എന്തും വിളിച്ചു പറയാനും എന്തും എഴുതുവാനുള്ള ലൈസൻസ് ആയിട്ട് കുറേ ആൾക്കാർ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ആർക്കെതിരെയും എന്തും പറയാമെന്നുള്ള രീതിയിലേക്ക് വന്നു. പക്ഷേ ഈ ഒരു ബോച്ചയുമായി ബന്ധപ്പെട്ട വിഷയവും നമുക്ക് കൈകാര്യം ചെയ്യുമ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് സാധാരണ ഹണി റോസ് ഉൾപ്പെടെയുള്ള ആൾക്കാർ ചിത്രങ്ങൾ പങ്കുവെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ വളരെ മോശം കമൻറ്റുമായിട്ട് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇത്തരത്തിലുള്ള കമൻറ്റുകളോ അശ്ലീല ചൊവ്വയുള്ള വർത്തമാനങ്ങളോ ഒന്നും തന്നെ ഇത്തരത്തിലുള്ള ഫോട്ടോകൾക്കടിയിൽ കാണാൻ വേണ്ടി പറ്റുന്നില്ല എന്ന് തന്നെയാണ് നിയമത്തിൻ്റെ വിജയം. ഇനിയും ഇത്തരം ബോച്ചേമാരും അതുപോലെ തന്നെ എന്ത് കമൻറ്റും ഇടാമെന്ന് വിചാരിക്കുന്ന ചില ഞരമ്പ് രോഗികളും നമ്മുടെ നാട്ടിനകത്തുണ്ട്. ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആൾക്കാരായാലും മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആൾക്കാരെ അഭിസംബോധന ചെയ്യുന്നതിലും വിമർശിക്കുന്നതിലും അവരുടെ തെറ്റുകുറ്റങ്ങൾ പറയുന്നതിലും വിഷയാടിസ്ഥാനത്തിൽ മാത്രം പറഞ്ഞുകൊണ്ട്, അല്ലാതെ അവരുടെ കുടുംബത്തെയും അവരുടെ മക്കളെയും അവരുടെ ഭാര്യമാരെയും ഉൾപ്പെടെ വളരെ മോശമായിട്ട് പറയുകയും അവരുടെ ഫോട്ടോകൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന പുതിയ കാലത്തെ രാഷ്ട്രീയം നമ്മൾ തീർച്ചയായിട്ടും തള്ളിക്കളയേണ്ടത് തന്നെയാണ്. അതിനേതായാലും ഈ ബോച്ചെ ഹണി റോസ് വിഷയം ഒരു തുടക്കമാവട്ടെ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്.